ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടി നമ്മൾ അയച്ചാണ്. നിലവിൽ അതിൻ്റെ പിസ്റ്റൺ പിടിച്ചിട്ട് നല്ല രീതിയിൽ പുകയുടെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, ഓയിൽ കുറഞ്ഞു പോണ കംപ്ലീറ്റ്. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പിന്നെ അതുകൊണ്ട് അത് കൂടാതെ തന്നെ ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിനും അത്യാവശ്യം സാധാരണയിൽ കൂടുതൽ ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യണത്. പുതിയത് മാറ്റി സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ എൻജിൻ വർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് അതിൻ്റെ വാൽവ് മാറ്റേണ്ടി വരും, വാൽവ് ഗൈഡ് കാര്യങ്ങൾ മാറ്റണം. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിംഗ് ഐറ്റംസൊക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. അത് നമ്മൾ 1 വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും, അതായത് എഞ്ചിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ സീലൊക്കെ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഫുൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി ഈ ഗിയർ ബോക്സ് അടക്കം നമ്മളതിനകത്ത് ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓയിൽ സീലോ കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, ഈ ബെൽറ്റ് കമ്പനി ബെൽറ്റ് അല്ല കിടക്കണേ. അപ്പോൾ ഇത് നമുക്ക് അഡീഷണലായിട്ട് കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാട്ടുണ്ട്. കാരണം നമ്മൾ ഈ സൈഡൊക്കെ ഉള്ളിലൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ബെൽറ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. അതിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ സൈഡൊക്കെ കട്ടായി പോയിട്ട് വീതി കുറവ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വീല് അത്യാവശ്യം തുരുമ്പുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീലൊന്നും നമ്മൾ മാറ്റിയിടും. ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, വാൽവ് കിറ്റ് അടക്കം മാറ്റി 1 ഇയർ വാറണ്ടി, 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. സെറ്റ് ചെയ്യണേക്കാളും ഏതൊക്കെ പാർട്സുകളാണ് മാറ്റണേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. അപ്പോൾ വർക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് ലെയ്ത്ത് വർക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഹെഡിൻ്റെ ഭാഗമൊക്കെ ലെയ്ത്തി കൊടുത്ത് വിടേണ്ട വർക്കാണ്. അതും ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് നമുക്ക് ലെയ്ത്തി കൊടുത്ത് മാറ്റണം. ബാക്കിയത്തെ പാർട്സുകൾ നമ്മൾ മാറ്റി പുതിയ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് വാൽവ് മാറ്റുമ്പോൾ ഗൈഡ് കാര്യങ്ങൾ മാറ്റി വാൽവ് സീറ്റ് ചെയ്തിടണം. അതുകൊണ്ടാണ് നമുക്ക് ലെയ്ത്ത് വർക്ക് തന്നെ. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ബെയറിങ് മാത്രം മാറ്റിയാൽ മതി. നമുക്കതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ സെറ്റ് മാറണം. ഏകദേശം 10,000 അടുത്ത് നമുക്ക് ചിലവ് വരും. ഇത് സൈഡ് ബെയറിങ് ആണെങ്കിൽ ഒരു 300-350 രൂപ കണ്ടാണ് അതിന് മൊത്തത്തിൽ 2 എണ്ണത്തിൻ്റെ റേറ്റ് വരുള്ളൂ. ക്യാം ഷാഫ്റ്റിന് കുഴപ്പമില്ല, സൈഡിലത്തെ ബെയറിങ് മാത്രം മാറ്റിയാൽ മതി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ കുറഞ്ഞ് പോകുമ്പോൾ മെയിനായിട്ട് വന്ന കംപ്ലയിൻറ്റ് ബെയറിങ്ങുകൾക്കായിരിക്കും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൂട്ടത്തിൽ മാറ്റണമെന്നുള്ളൂ. ഈ ചെറിയ ബെയറിങ് മാത്രമാണ് കംപ്ലയിൻറ്റ്. പക്ഷേ നമ്മൾ മാറ്റുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റി റീസെറ്റ് ആക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. എഞ്ചിൻ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ മാറ്റുന്ന പാർട്സുകളുടെ അടക്കം വാറണ്ടിയുടെ ഡീറ്റെയിൽസ് അടക്കം അതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.